ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്കും തീരെ സംസാരിക്കാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഈ ഫ്രീ കോഴ്സിന്റെ 8ാമത്തെ ലെസൺ ആണെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 2 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ ലെസൺ 7 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും കേട്ടോ. പക്ഷെ നിങ്ങളത് എങ്ങാനും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 7ാമത്തെ ലെസൺ നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അതിൽ ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. പിന്നെ ഈ ആഴ്ചയിൽ 2 ക്ലാസ്സസ് വെക്കുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ആഴ്ചയിൽ 1 ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ അതെല്ലാ ചൊവ്വാഴ്ചയായിരിക്കും ക്ലാസ് വരുന്നത് കേട്ടോ. പിന്നെ 7ാമത്തെ ലെസന്റെ ഹോംവർക്ക് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തേത്, അയാൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? ഹി ഓൾവേസ് ഹെൽപ്സ് അതേഴ്സ്. രണ്ടാമത്തത്, അയാൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കാറില്ല. അവിടെ ഹി നെവർ ഹെൽപ്സ് അതേഴ്സ്. അപ്പൊ മിക്കവാറും പേരും ഇത് ശരിയാക്കിയിട്ടുണ്ട്. ആകെ കുറച്ചു പേർക്ക് വന്നൊരു തെറ്റെന്താന്ന് വെച്ചാൽ ഹെൽപ്സ് എന്ന് എഴുതാൻ മറന്നുപോയി. ഹി ഒരാളായതുകൊണ്ട് ഹെൽപ്സ് വരും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പാറ്റേൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന്, എങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു കാര്യം വേണ്ട അല്ലെങ്കിൽ അത് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറയും എന്നാണ്. ഇപ്പൊ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചു ഓർക്കുന്നുണ്ടോ? എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് ഇരിക്കണം, എനിക്ക് വരണം എന്നൊക്കെ എങ്ങനെയാ നമ്മൾ പറയുന്നതെന്ന്. ഇപ്പൊ എനിക്ക് പോകണം അത് നമ്മൾ എങ്ങനെയാ പറയുക? നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ട് എന്ന് പറയാനുള്ളത് കൊണ്ട് ഐ വോണ്ട് എന്ന് പറയും അല്ലെ. ഇവിടെ പോവുക എന്നാണ് പറയേണ്ടത്, പോവുക. അവിടെ അത് ഗോ എന്ന് വരുന്നത് കൊണ്ട് ഐ വോണ്ട് ടു ഗോ എന്ന് പറയും അല്ലെ. പക്ഷെ അയാൾക്ക് പോകണം എന്നെങ്ങനെ പറയും? അവിടെ ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് ഹി വോണ്ട്സ് എന്ന് പറയും. പക്ഷെ ബാക്കി അത് തന്നെയാണ്, ഹി വോണ്ട്സ് ടു ഗോ. അപ്പൊ വ്യത്യാസം കണ്ടല്ലോ. ആദ്യം ഐ വോണ്ട് ടു ഗോ, ഹി വോണ്ട്സ് ടു ഗോ. അപ്പൊ ഇതെങ്ങനെ പറയും? എനിക്ക് ഇപ്പോൾ പുറത്ത് പോകണം. അപ്പൊ എന്താ പറയാ? അവിടെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പോകണം. ഐ വോണ്ട് ടു ഗോ. എവിടെ? പുറത്ത്, ഇപ്പോൾ. ഐ വോണ്ട് ടു ഗോ ഔട്ട് നൗ. അങ്ങനെ വരും. അപ്പൊ ഇതേ കാര്യം അവളെ കുറിച്ചാണെങ്കിൽ എങ്ങനെ പറയും? അവൾക്ക് ഇപ്പോൾ പുറത്തു പോകണം. അവിടെ നമ്മൾ പറയും ഷീ വാണ്ട്സ് ടു ഗോ ഔട്ട് നൗ. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ കാണിക്കാം. എനിക്ക് പറയണം ഞങ്ങൾക്ക് പഠിക്കണം. അവിടെ ഞങ്ങൾ അല്ലെ, അപ്പൊ വി എന്നല്ലേ വരിക. പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്ന് പറയും. അപ്പൊ എന്ത് പറയും? ഞങ്ങൾക്ക് പഠിക്കണം, വി വാണ്ട് ടു സ്റ്റഡി. പക്ഷെ ഇതേ കാര്യം ഞാൻ എങ്ങനെ ലിനിയെ കുറിച്ച് പറയും? ലിനിക്ക് പഠിക്കണം. അപ്പൊ ലിനി എന്ന് പറയുമ്പോൾ ഒരു ആളേ ഉള്ളൂ. അവിടെ എന്ത് പറയും? ലിനി വാണ്ട്സ് ടു സ്റ്റഡി. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഒരു കാര്യം നമുക്ക് വേണം അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത്, എനിക്ക് ഒരു കാര്യം വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമില്ല എന്നെങ്ങനെ പറയുന്നതാണ്. അതായത് ഇപ്പൊ ഇതുവരെ കണ്ട കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയാൻ പോവാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയാൻ പഠിക്കുന്നത്, ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യം നമ്മൾ കണ്ടല്ലോ, എനിക്ക് പോകണം. എങ്ങനെയാ പറഞ്ഞേ? ഐ വോണ്ട് ടു ഗോ. ഇവിടെ എനിക്ക് ഇനി പറയേണ്ടത് എനിക്ക് പോകേണ്ട എന്നാണ്. അതായത് എനിക്ക് പോകാൻ ആഗ്രഹമില്ല എന്ന്, എനിക്ക് പോകണ്ട എന്നാണ് പറയേണ്ടത്. അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? ആ വോണ്ട് ടു ഗോ എന്ന് കണ്ടില്ലേ, അത് നമ്മൾ നീക്കിയിട്ട് അതിന് മുൻപായിട്ട് ഒരു ഡോണ്ട് കൂടെ ചേർക്കും. അപ്പൊ എന്ത് വന്നു? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ എന്ന് വന്നു. ഈ ഒരു പാറ്റേൺ പഠിച്ചാല് നമുക്ക് സ്വയം എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പറ്റി തന്നെ, എനിക്കിത് വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയേണ്ടി വരുമ്പോഴെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് പാറ്റേൺ. ഐ ഡോണ്ട് വോണ്ട്. അത് കഴിഞ്ഞ് എന്താണ് കാര്യം എന്ന് പറയുക. ഇതും നമ്മൾ നേരത്തെ കണ്ട സെന്റൻസ് ആണ്. എനിക്ക് പുറത്ത് പോകണം, ഐ വോണ്ട് ടു ഗോ ഔട്ട് അല്ലെ. എനിക്ക് പുറത്ത് പോകേണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട്. ആ പാറ്റേൺ അങ്ങ് മനസ്സിൽ പതിയണം കേട്ടോ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഔട്ട്. അപ്പൊ എനിക്ക് ഇരിക്കണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് വോണ്ട് ടു സിറ്റ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് പല പ്രാവശ്യം ഇങ്ങനെ പല വേർബിന്റെ കൂടെ പറഞ്ഞു നോക്കൂ. എനിക്ക് കഴിക്കണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു ഈറ്റ്. എനിക്ക് വായിക്കണ്ട, ഐ ഡോണ്ട് വോണ്ട് ടു റീഡ്. നമ്മളിപ്പോ ഈ പറഞ്ഞ വേർബ്സ് ഇല്ലേ, ഈറ്റ്, സിറ്റ്, റീഡ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. എനിക്ക് പഠിക്കണം, ഐ വോണ്ട് ടു സ്റ്റഡി. എനിക്ക് പഠിക്കേണ്ടെന്നെങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് പറയും? ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റഡി. പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ഉപേക്ഷ വിചാരിക്കരുത് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് പഠിക്കേണ്ടെന്ന് പറയേണ്ടി വന്നാൽ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റഡി. ആദ്യം നമ്മുടെ കാര്യം തന്നെ പറയാൻ പഠിക്കണമല്ലോ. എന്നെ കുറിച്ച് തന്നെ നമ്മൾ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? എനിക്ക് വേണ്ടാന്ന്
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരേ പാറ്റേണിൽ പല സെന്റൻസസ് കാണിക്കുന്നത്. ആദ്യം ഐ ഡോണ്ട് വാണ്ട് എന്നുള്ള ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ. ഇത് നോക്കൂ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. അതെങ്ങനെ പറയും? സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് എന്നാണ് പറയുക അല്ലെ? അപ്പൊ ഐ വാണ്ട് ടു ടോക്ക്. നിങ്ങളോട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞേ? അതിന് ടു യു എന്ന് പറയും. അപ്പൊ എന്തായി? ഐ വാണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഇത് നെഗറ്റീവ് ആക്കണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട എന്നെങ്ങനെ പറയും? ആ പാറ്റേൺ തന്നെ. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. മനസ്സിലായോ? ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. ഇനി ഈ സെന്റൻസ് നോക്കിയേ. എനിക്ക് ഇവിടെ താമസിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ താമസിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കഴിയുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ പോയി, അവിടെ ഒരു വൃത്തി തോന്നുന്നില്ല, അപ്പൊ ഒരു ദിവസത്തേക്ക് താമസിക്കുകയാണ് അവിടെ നമ്മൾ ആ താമസിക്കുക എന്നുള്ളതിന് എന്ത് പറയും? തൽക്കാലത്തേക്ക് ആയതുകൊണ്ട് സ്റ്റേ എന്ന വാക്ക് യൂസ് ചെയ്യാം. നേരെ മറിച്ച് നമ്മളൊരു വീട്ടിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ലിവ് എന്നും വരും കേട്ടോ. അപ്പൊ ഇതും ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സന്ദർഭം അനുസരിച്ചാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഏത് വേണമെങ്കിലും വരാം. അപ്പൊ ഇവിടെ എന്ത് പറയും? തൽക്കാലത്തേക്ക് ഒരു സ്ഥലത്ത് തങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എന്താ പറയാ? എനിക്ക് ഇവിടെ താമസിക്കേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഇവിടെ എന്ന് പറഞ്ഞില്ലേ? ടു സ്റ്റേ ഹിയർ. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഹിയർ. അപ്പൊ ഇത് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത്, എനിക്കിപ്പോ നമ്മൾ പറയില്ലേ, എനിക്ക് ഈ നാട്ടില് കഴിയണ്ട, ജീവിക്കണ്ട, അതാണെങ്കിൽ അവിടെ നമ്മൾ പറയും ഐ ഡോണ്ട് വാണ്ട് ടു ലിവ് ഹിയർ. കാരണം സ്ഥിരമായിട്ട് താമസിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ലിവ് എന്ന് പറയാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഐ വെച്ചുള്ള സെന്റൻസ് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് അത് താല്പര്യമില്ല, എനിക്ക് അത് ആഗ്രഹമില്ല എന്നൊക്കെ പറയാൻ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ആ പാറ്റേൺ കിട്ടിയില്ലേ? ഐ പോലെ തന്നെയാണ് വി വെച്ച് സെന്റൻസസ് തുടങ്ങുമ്പോഴും. ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യും. അപ്പൊ ഈ സെന്റൻസ് നോക്കൂ. നമ്മളോട് വീട്ടിലെ കുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട. അപ്പൊ അവിടെ ഞങ്ങൾ എന്നാ പറഞ്ഞ അല്ലെ? ഞങ്ങൾക്ക് അവിടെ വി വരുമല്ലോ. അപ്പൊ എന്ത് പറയും? വി ഡോണ്ട് വാണ്ട് സ്കൂളിൽ പോകണ്ട എന്ന്. ടു ഗോ ടു സ്കൂൾ. വി ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. മനസ്സിലായോ? ഐ ഡോണ്ട് വാണ്ട് പോലെ തന്നെ വി ഡോണ്ട് വാണ്ട്. വി ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അടുത്തത് കണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളെ ശല്യപ്പെടുത്തേണ്ട എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ശല്യപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ശല്യപ്പെടുത്തുക എന്നുള്ളതിനെ നമ്മൾ നേരത്തെ ഒരു ലെസണിൽ കണ്ടിട്ടുണ്ട്. ഡിസ്റ്റർബ് എന്ന് പറയും. ഡിസ്റ്റർബ്. ഇവിടെ എന്താ പറയാ? ഞങ്ങൾക്ക് ശല്യപ്പെടുത്തേണ്ട. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ആരെ? നിങ്ങളെ. അപ്പൊ ഇവിടെ യു കൂടി ചേർക്കണം. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. കണ്ടോ? വി ഡോണ്ട് വാണ്ട്. വി ഡോണ്ട് വാണ്ട് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രവൃത്തി എന്താ? ശല്യപ്പെടുത്തുക. ആ വാക്ക് വെക്കുക. വി ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഇപ്പൊ നമ്മള് ഐ വി എല്ലാം കണ്ടില്ലേ? ഇതേപോലെയാണ് അവരെ കുറിച്ച് പറയുമ്പോഴും. അവരെന്ന് പറയുമ്പോൾ ദേ ആണ് വരിക അല്ലെ? അങ്ങനെ ഒന്ന് രണ്ട് സെന്റൻസസ് നമുക്ക് നോക്കാം. എനിക്ക് പറയേണ്ടത് അവർക്ക് ഡോക്ടറുടെ അടുത്ത് പോകണ്ട. അവർക്ക്. അപ്പൊ അവിടെ എന്ത് പറയും? they don't want. ഇനി ഡോക്ടറുടെ അടുത്ത് പോകേണ്ട എന്നല്ലേ പറഞ്ഞത്? അതല്ലേ കാര്യം? they don't want to go എവിടെ? ഡോക്ടറുടെ അടുത്തേക്ക്. to the doctor. മനസ്സിലായോ? they don't want to go to the doctor. അപ്പൊ ഇവിടെയും കണ്ടല്ലോ, they don't want to go. they don't want to go to the doctor. പക്ഷെ ഇവിടെ ഈ ഡോക്ടറുടെ അടുത്ത് പോകേണ്ട എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുകയാണെങ്കിലോ, അവർക്ക് ഡോക്ടറെ കാണേണ്ട. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകണ്ടെന്ന് അല്ലെ? അപ്പൊ അവിടെ എന്ത് പറയും? കാണുക എന്നുള്ളതിന് സി എന്ന് പറയാം അവിടെ. അപ്പൊ നമുക്ക് പറയാം they don't want, പറയൂ, to see the doctor. മനസ്സിലായോ? they don't want to see the doctor. ചിലപ്പോ കുട്ടികള് ഹോംവർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കില്ലേ? അപ്പൊ ഇവരോട് പറഞ്ഞ് മടുക്കുമ്പോ അമ്മ എന്തായിരിക്കും അച്ഛനോട് പറയുന്നത്? അവർക്ക് ഹോംവർക്ക് ചെയ്യണ്ടെന്ന് പറയില്ലേ? അതെങ്ങനെ പറയും? they don't want, ചെയ്യുക എന്നുള്ളതിന് ഡു എന്ന് പറയും അല്ലെ? അപ്പൊ they don't want to do the homework. അത്രേ ഉള്ളൂ. they don't want to do the homework. മനസ്സിലായോ എങ്ങനെയാണ് സെന്റൻസ് പറയുന്നത്? നമുക്ക് ഡെയിലി ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വീട്ടില് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലെങ്കിലും ഇതൊന്ന് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കുക. പറ്റുകയാണെങ്കിൽ അത് ഉറക്കെയും പറഞ്ഞു നോക്കുക. പഠിച്ചത് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. എനിക്ക് വേണ്ടെന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട്. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ വി ഡോണ്ട് വാണ്ട്. ഇനി അവർക്ക് വേണ്ടെന്ന് പറയാൻ they don't want. അപ്പൊ ഇവിടെ എല്ലാം ഡോണ്ട് ആണ് വന്നത് അല്ലെ? ഇനി
നമ്മൾ ഒരാളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയുള്ള ചില സെന്റൻസസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതുപോലെ ഒരെണ്ണം ഞാനിവിടെ കാണിക്കാം. ഇത് കണ്ടോ, അയാൾക്ക് പഠിക്കണം. എന്ത് പറയും? ഹി വാണ്ട്സ് ടു സ്റ്റഡി, അല്ലേ? അവിടെ കണ്ടല്ലോ, വാണ്ട്സ് എന്ന് വന്നു കേട്ടോ. ഹി വാണ്ട്സ് ടു സ്റ്റഡി എന്നാ പറഞ്ഞത്, ഹി വാണ്ട് അല്ലല്ലോ പറഞ്ഞത്. കാരണം ഹി ഒരാളായതുകൊണ്ട് അവിടെ നമ്മൾ ആ വേർബ്, ആ ക്രിയയുടെ വാക്കില്ലേ, അതിന്റെ കൂടെ എസ് ചേർക്കണം. ഹി വാണ്ട്സ് ടു സ്റ്റഡി. അത്രയും മനസ്സിലായല്ലോ. ഇനി എനിക്ക് പറയേണ്ടത് അയാൾക്ക് പഠിക്കേണ്ട എന്നാണ്. അവിടെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ആ ഹി കഴിഞ്ഞിട്ട് ഞാൻ ഡസിന്റ് എന്നൊരു വാക്ക് ചേർക്കും. ഹി ഡസിന്റ് വാണ്ട് ടു സ്റ്റഡി. അത് ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ, അയാൾക്ക് പഠിക്കണം എന്നുള്ളതിന് ഹി വാണ്ട്സ് ടു സ്റ്റഡി, അല്ലെ? വാണ്ട്സ്, വാണ്ട് കഴിഞ്ഞിട്ട് എസ് ഉണ്ട്. പക്ഷെ വേണ്ടാന്ന് പറയാൻ ഹി ഡസിന്റ് കഴിഞ്ഞിട്ട് വാണ്ട് മാത്രമേ ഉള്ളൂ. ഡസിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും വാണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എസ് അവിടെ നിന്ന് മാറ്റി. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? വേണം എന്ന് പറയാൻ വാണ്ടിന്റെ കൂടെ എസ് ചേർത്തു, വേണ്ടാന്ന് പറയാൻ ഞാൻ അവിടെ ഒരു ഡസിന്റ് ചേർത്തിട്ടുണ്ട്. ഡസിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എസ് ഇല്ലേ, DOES വന്നിട്ടില്ലേ, ഡസിന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വാണ്ടിന്റെ കൂടെ ഒരു എസ് ചേർക്കേണ്ട കാര്യമില്ല, ഒരു എസിന്റെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഹി ഡസന്റ് വാണ്ട്സ് വേണ്ട, ഹി ഡസന്റ് വാണ്ട്. ഈ ഒരു ട്രിക്ക് ഓർത്ത് വെച്ചാൽ മതി. ഈ ഹി ഷീ ഒക്കെ വരുമ്പോ അവൾക്ക് അല്ലെങ്കിൽ അവന് വേണ്ട എന്ന് പറയാൻ ഹി ഡസന്റ് വാണ്ട്, ഹി ഡസന്റ് വാണ്ട്. ഓക്കെ, അപ്പൊ എന്ത് വേണ്ടെന്നാണ്? പഠിക്കേണ്ടെന്ന്. ഹി ഡസന്റ് വാണ്ട് ടു സ്റ്റഡി. അപ്പോ ഐയും ഹീയും വരുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായോ? എനിക്ക് പഠിക്കേണ്ടെന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി. അയാൾക്ക് പഠിക്കേണ്ടെന്ന് പറയാൻ ഹി ഡസന്റ് വാണ്ട് ടു സ്റ്റഡി. അപ്പൊ ആ നെഗറ്റീവ് പറയുമ്പോ എന്താ വ്യത്യാസം? ഐ, വി, ദേ ഒക്കെ വരുമ്പോ ഡോണ്ട് എന്ന് പറയും. ഹി ഷീ ഒക്കെ ആണെങ്കിൽ ഡസിന്റ് എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് എല്ലാം രണ്ട് സ്ഥലത്തും സെയിം ആണ്, അല്ലെ? ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി, ഹി ഡസിന്റ് വാണ്ട് ടു സ്റ്റഡി. അപ്പൊ ഹി ഡസിന്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഓർക്കണം, പിന്നെ വാണ്ട്സ് എന്ന് പറയാതെ ശ്രദ്ധിക്കുക. അങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഒരു തെറ്റ് വരുന്നത്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഇതുപോലെയുള്ളത് നോക്കാം. മുൻപ് നമ്മൾ കണ്ടില്ലേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട. എന്താ പറഞ്ഞേ? ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു. പക്ഷെ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ? ഹി വെച്ച് തുടങ്ങണം. അപ്പോ ഹി ഡസന്റ് വാണ്ട് എന്ത്? ടു ടോക്ക് ടു യു. അയാൾക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട, ഹി ഡസന്റ് വാണ്ട് ടു ടോക്ക് ടു യു. അപ്പോ വ്യത്യാസം കണ്ടല്ലോ. ആദ്യം ഐ ഡോണ്ട് വാണ്ട്, ഇവിടെ ഹി ഡസന്റ് വാണ്ട്. ഇനി ഇതൊന്ന് നോക്കൂ, എനിക്ക് അവരെ കാണേണ്ട. അപ്പൊ എനിക്ക് കാണേണ്ടെന്ന് എങ്ങനെ പറയും? ഐ ഡോണ്ട് വാണ്ട് ടു സീ. ഒരാളെ കാണുക എന്നുള്ളതിന് സീ എന്ന് പറയാലോ. ഐ ഡോണ്ട് വാണ്ട് ടു സീ. ആരെ കാണണ്ടെന്ന് പറഞ്ഞേ? അവരെ. അവരെ എന്നുള്ളതിന് നമ്മൾ ദം എന്ന് പറയും. അവര് ദേ അല്ലേ, അവരെ എന്ന് പറയാൻ ദം എന്ന് പറയണം കേട്ടോ. അപ്പൊ ആ ഒരു വാക്ക് ഓർത്ത് വെക്കണേ. അപ്പൊ ഇതെങ്ങനെ വന്നു? എനിക്ക് അവരെ കാണണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു സീ ദം. ഇനി അടുത്തത്, അവൾക്ക് അവരെ കാണണ്ട. അപ്പൊ അവൾക്ക്, നമ്മൾ ഒരാളുടെ കാര്യം പറയുന്നതെന്ന് ഓർക്കണേ. എന്താ ചെയ്യണ്ടേ? ഷീ ഡസന്റ് വാണ്ട് എന്ത്? ടു സീ ദം. അവരെ കാണണ്ടെന്ന്. മനസ്സിലായോ? ഷീ ഡസന്റ് വാണ്ട് ടു സീ ദം. അപ്പൊ ആദ്യം ഐ ഡോണ്ട് വാണ്ട് ടു സീ ദം, ഇവിടെ ഷീ ഡസന്റ് വാണ്ട് ടു സീ ദം. പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ. അപ്പൊ പറയുമ്പോ ആ പാറ്റേൺ മനസ്സിൽ നിന്ന് പോവില്ല. പിന്നെ ഇനി ഇത് നിങ്ങൾ പറയൂ, മിനിക്ക് സ്കൂളിൽ പോകേണ്ട. മുൻപ് കുട്ടികളെ കുറിച്ച് അവരെന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ, ദേ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞു. ഇവിടെ മിനി മാത്രമേ ഉള്ളൂ. ഇപ്പൊ മിനിക്ക് പോകേണ്ട, മിനി ഡസന്റ് വാണ്ട് ടു ഗോ എവിടെ? സ്കൂളില്, ടു സ്കൂൾ. മിനി ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. മനസ്സിലായോ? മിനി ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഇനി ഒരെണ്ണം കൂടി ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് തരാം. അരുണിന് TV കാണേണ്ട. ഇവിടെ അരുൺ ഒരാളെ കുറിച്ചാ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇവിടെ TV കാണുക, TV ആണ്. അപ്പൊ വാച്ച് എന്നല്ലേ നമ്മൾ പറയാ. എന്ത് പറയും? അരുൺ ഡസന്റ് വാണ്ട് ടു വാച്ച് TV. അരുൺ ഡസന്റ് വാണ്ട് ടു വാച്ച് TV. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണാൻ പോവാണ്. ഞാൻ ഈ കാണിക്കുന്ന സെന്റൻസ് ഇല്ലേ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? എനിക്ക് ഉത്തരം അറിയാം. അത് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? അറിയുക എന്നുള്ളതിന് നോ എന്ന് പറയും. പഠിച്ചതല്ലേ നമ്മള്? അപ്പൊ ഇവിടെ എനിക്കറിയാം, ഐ നോ. എന്തറിയാം? ഉത്തരം അറിയാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെ പറയണമെന്ന്.
ഐ നോ ദി ആൻസർ. ഉത്തരം ആൻസർ ആണ്. ഐ നോ ദി ആൻസർ അല്ലേ? പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് എനിക്കറിയില്ല എന്നെങ്ങനെ പറയും എന്നാണ്. അപ്പൊ മുൻപ് നമ്മൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. എനിക്ക് അറിയില്ല എന്ന് പറയാനും ഈ ഡോണ്ട് ചേർത്താൽ മതി. അപ്പൊ ഐ ഡോണ്ട് നോ ദി ആൻസർ. മനസ്സിലായോ? എനിക്ക് അറിയാമെന്ന് പറയാൻ ഐ നോ ദി ആൻസർ, എനിക്ക് അറിയില്ല ഐ ഡോണ്ട് നോ ദി ആൻസർ. മനസ്സിലായല്ലോ? ഇതേപോലെ വേറൊരു സെന്റൻസ് നമ്മൾ അന്ന് കണ്ടാണ്, എനിക്ക് കാരണം അറിയാം. അപ്പൊ ഇവിടെയും ഐ നോ, കാരണം എന്നുള്ളതിന് നമ്മൾ റീസൺ എന്നാണ് പറയുക അല്ലെ? ഐ നോ ദ റീസൺ എന്ന് പറയും. ഐ നോ ദ റീസൺ. എനിക്ക് കാരണം അറിയില്ല എന്ന് പറയാനോ? എന്തിന്റെ ആയിക്കോട്ടെ, എനിക്ക് കാരണം അറിയില്ല. അപ്പൊ ഐ ഡോണ്ട് നോ ദ റീസൺ. മനസ്സിലായോ? ഈ ഒരു പാറ്റേൺ കിട്ടിയല്ലോ. ഐ നോ, ഐ ഡോണ്ട് നോ. എനിക്കറിയാം, എനിക്കറിയില്ല, അത്രയേ ഉള്ളൂ. ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് കിട്ടി. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത ലെസണിൽ ഞാൻ ഇങ്ങനെ എനിക്ക് വഴി അറിയാം, എനിക്ക് ഉത്തരം അറിയാം, എനിക്ക് നിങ്ങളുടെ അഡ്രസ് അറിയാം, അതൊക്കെ പറയാൻ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയാം എന്ന് പറയാൻ ഞാനന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. അതുകൂടെ നമ്മളിന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് പറയേണ്ടതെന്നറിയോ, എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അറിയാം എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് പറയും? ഇവിടെയും എനിക്കറിയാം എന്ന് പറയാൻ ഐ നോ എന്ന് തന്നെ പറയണം. ഓക്കെ. പക്ഷെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുക, ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ മേക്ക് എന്നാണ് പറയുക കേട്ടോ. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബിരിയാണി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം എന്നാണ് അല്ലെ? എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാം എന്നാണ് ഈ പറയുന്നത്. ആ എങ്ങനെ എന്നൊരർത്ഥം ഇവിടെ വരുന്നുണ്ടല്ലോ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹൗ എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ഹൗ കൂടെ വരും. അപ്പൊ എന്ത് പറയുന്നത് അറിയോ? ഹൗ ടു മേക്ക് എന്ന് പറയണം. ഐ നോ ഹൗ ടു മേക്ക് എന്ത്? ബിരിയാണി. ഐ നോ ഹൗ ടു മേക്ക് ബിരിയാണി എന്ന് പറയും. അപ്പൊ ഇവിടെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എങ്ങനെ പറയും? അതും നമ്മൾ മുമ്പ് കണ്ടില്ലേ, ഐ നോ അറിയാമെന്ന് പറയാൻ. എനിക്ക് അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ. അപ്പൊ ഇവിടെ പറയണം ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ബിരിയാണി. മനസ്സിലായോ? ഇപ്പോ ക്ലിയർ ആയോ? ഇതേപോലെ ഞാൻ വേറെ സെന്റൻസസും കാണിക്കാം, അപ്പൊ നിങ്ങൾക്കത് വ്യക്തമാകും. അതായത് നോക്കൂ, എനിക്ക് പൂച്ചയെ വരയ്ക്കാൻ അറിയാം എന്നാണ് പറയേണ്ടത് കേട്ടോ. ഈ വരയ്ക്കുക എന്ന് പറയുന്നതിന് നമ്മൾ ഡ്രോ എന്ന് പറയും. അപ്പൊ എന്താ പറയണ്ടേ? എനിക്കറിയാം, ഐ നോ എന്ത്? പൂച്ചയെ എങ്ങനെ വരയ്ക്കണം എന്നറിയാമെന്ന്. അതിന് ഐ നോ ഹൗ ടു ഡ്രോ എന്ത്? പൂച്ചയെ. ഹൗ ടു ഡ്രോ എ കാറ്റ്. അപ്പൊ ഇവിടെ മലയാളത്തിൽ നമ്മൾ എനിക്ക് ഒരു പൂച്ചയെ വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ അവിടെ എ കാറ്റ് എന്ന് തന്നെ പറയും. മനസ്സിലായോ? ഈ പൂച്ച എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതാണല്ലോ, അപ്പൊ അവിടെ എ ചേർക്കും നമ്മൾ. ഇവിടെ എന്താ പറയണ്ടേ? ഐ നോ ഹൗ ടു ഡ്രോ എ കാറ്റ്. ഇനി എനിക്ക് പൂച്ചയെ വരയ്ക്കാൻ അറിയില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ, പൂച്ചയെ എങ്ങനെ വരയ്ക്കണം എന്ന് എനിക്കറിയില്ല എന്ന്. അപ്പൊ ഐ ഡോണ്ട് നോ, ആ പാറ്റേൺ ഓർക്കണേ, ഐ ഡോണ്ട് നോ എന്ത്? ഹൗ ടു ഡ്രോ എ കാറ്റ്. അത് അതേപോലെ തന്നെ വരും അവസാനം. ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രോ എ കാറ്റ്. എനിക്കൊരു മരം വരയ്ക്കാൻ അറിയാം എന്ന് പറയാൻ ഐ നോ ഹൗ ടു ഡ്രോ എ ട്രീ. എനിക്കൊരു മരം വരയ്ക്കാൻ അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രോ എ ട്രീ. ഐ ഡോണ്ട് നോ. അത് വരണം. ആ പാറ്റേൺ വന്ന സംഗതി ശരിയായി. അടുത്തത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ലൈഫിൽ പറയാറില്ലേ, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ അറിയാം. അപ്പോ പ്രശ്നം എന്നുള്ളത് നമ്മൾ പ്രോബ്ലം എന്ന് പറയും. പരിഹരിക്കുക എന്ന് പറയുന്നതിന് സോൾവ് എന്നാണ് കേട്ടോ പറയാ. സോൾവ്, അവിടെ വി വരുന്നില്ലേ, സോൾവ്. എന്ത് പറയും? എനിക്കറിയാം, ഐ നോ എന്ത്? എങ്ങനെ പരിഹരിക്കണം എന്ന്. പരിഹരിക്കാൻ എന്നല്ലേ പറഞ്ഞേ? ഐ നോ ഹൗ ടു സോൾവ് എന്ത്? ഈ പ്രശ്നം. ഈ അതിന് ദിസ് പ്രോബ്ലം എന്ന് പറയും. ഈ എന്ന് പറയാൻ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്, ഈ, ദിസ്. അപ്പോ ഐ നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. പക്ഷെ ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ഇങ്ങനെയും പറയേണ്ടി വരില്ലേ, എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ അറിയില്ല, എങ്ങനെ പരിഹരിക്കണം എന്നറിയില്ല എന്ന് പറയില്ലേ? അവിടെ എന്ത് പറയും? നെഗറ്റീവ് ആക്കിയാൽ മതി. ഐ ഡോണ്ട് നോ എന്ത്? ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. അത് അതേപടി തന്നെ പറഞ്ഞാൽ മതി. ഐ നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. നെഗറ്റീവ് ഐ ഡോണ്ട് നോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. ആ പാറ്റേൺ മനസ്സിൽ പതിയണം. ഇപ്പൊ ഇതുവരെ നമ്മൾ ഐ നോ, ഐ ഡോണ്ട് നോ അതല്ലേ കണ്ടത്. ഇനി നമുക്ക് ഞങ്ങൾ എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പൊ എനിക്ക് പറയേണ്ടത്, ഞങ്ങൾക്ക് എഴുതാൻ അറിയാം.
എഴുതുക എന്നുള്ളതിന് റൈറ്റ് എന്നാണ് പറയുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, സ്പെല്ലിംഗ് കണ്ടോ, W വെച്ചാണ് തുടങ്ങിയത്, പക്ഷെ നമ്മൾ ആ W സൈലന്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പൊ റൈറ്റ് എന്നാണ് പറയുക. അപ്പൊ ഞങ്ങൾക്ക് അറിയാം, വി നോ, ഞങ്ങൾക്ക് വി അല്ലേ വരിക, വി നോ എന്ത്, എങ്ങനെ എഴുതണം എന്ന്, എഴുതാൻ അറിയാമെന്ന്. വി നോ ഹൗ ടു റൈറ്റ്. മനസ്സിലായോ? ഇനി ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്ന് പറയണമെങ്കിലോ ഇതേപോലെ നെഗറ്റീവ് ആക്കിയാൽ മതി. വി ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ പോലെ വി ഡോണ്ട് നോ, വി ഡോണ്ട് നോ ഹൗ ടു റൈറ്റ്. ഇനി ഇത് നിങ്ങൾ തന്നെ പറയണം. ഞങ്ങൾക്ക് നീന്താൻ അറിയാം, അതായത് എങ്ങനെ നീന്തണമെന്ന് അറിയാമെന്ന്. അപ്പൊ നീന്തുക എന്നുള്ളതിന് നമ്മൾ സ്വിം എന്നാണ് പറയുക. ഇവിടെ എന്ത് പറയും? ഞങ്ങൾക്കറിയാം. പറഞ്ഞു നോക്കൂ. വി നോ എന്ത്, ഹൗ ടു സ്വിം, നീന്താൻ, എങ്ങനെ നീന്തണം എന്നറിയാമെന്ന്. വി നോ ഹൗ ടു സ്വിം. ഇനി ഇത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് എങ്ങനെ പറയും? ഞങ്ങൾക്ക് നീന്താൻ അറിയില്ല. വി ഡോണ്ട് നോ, ബാക്കി സെയിം തന്നെ, ഹൗ ടു സ്വിം. വി ഡോണ്ട് നോ ഹൗ ടു സ്വിം. അപ്പൊ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം വി നോ ടു സ്വിം എന്ന് പറഞ്ഞാൽ പോരേന്ന്. പക്ഷെ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ ഈ ഹൗ ടു സ്വിം, ഹൗ ടു റൈറ്റ്, അങ്ങനെയാണ് ആ പാറ്റേൺ വരിക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മള് എനിക്ക്, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തുടങ്ങുന്ന തരം സെന്റൻസസ് കണ്ടില്ലേ? ഇനി നമ്മൾ അവർക്ക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന തരം സെന്റൻസസ് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് പറയേണ്ടത് അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം എന്നാണ്. ഈ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് എന്ന് പറയും. പറഞ്ഞ ശ്രദ്ധിച്ചോ, യൂസ് അല്ല യൂസ്. അപ്പൊ ഉപയോഗമാണെങ്കിൽ യൂസ് എന്ന് പറയും, പക്ഷെ ഉപയോഗിക്കുക എന്നൊരു വേർബായിട്ട് പറയുമ്പോ യൂസ് എന്ന് പറയണം. ആ സെഡ് ശബ്ദമില്ലേ, അത് വരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഉച്ചാരണം കൂടെ ശരിയാക്കി കൊണ്ട് പോയാല് നമുക്ക് നല്ല കോൺഫിഡൻസ് തോന്നും. അപ്പൊ ഇവിടെ എന്താ പറയാ? അവർക്കറിയാം. ദേ നോ എന്ത്, ഉപയോഗിക്കാൻ. ഹൗ ടു യൂസ് എന്തുപയോഗിക്കാൻ, കമ്പ്യൂട്ടർ. പക്ഷെ ഇവിടെ മലയാളത്തിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇംഗ്ലീഷിൽ ചേർക്കണം. കാരണം ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്നതല്ലേ. അപ്പൊ അവിടെ വരും, ഇല്ലാതെ പറയില്ല. എന്ത് പറയും? ദേ നോ ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടർ. മനസ്സിലായോ? ഇനി ഇത് നെഗറ്റീവ് ആക്കണം. അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറയണം. അപ്പൊ നമ്മുടെ ആ പാറ്റേൺ യൂസ് ചെയ്താൽ മതി. ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടർ. അടുത്തത് കണ്ടോ, അവർക്ക് പെയിന്റ് ചെയ്യാൻ അറിയാം. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ പെയിന്റ് ചെയ്യാൻ എന്ന് പറയും അല്ലെ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പെയിന്റ് എന്ന് തന്നെയാണ് ആ വേർബിന് പറയുക. പെയിന്റ് ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് പെയിന്റ് എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് പറയും? അവർക്കറിയാം. ദേ നോ എന്ത്, പെയിന്റ് ചെയ്യാൻ. ദേ നോ ഹൗ ടു പെയിന്റ്. അതാണ് ആ പാറ്റേൺ. ദേ നോ ഹൗ ടു പെയിന്റ്. ഇനി ഇത് നെഗറ്റീവ് ആക്കണമല്ലോ, അത് ഞാനിപ്പോ ഇവിടെ തരുന്നില്ല. അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് അവസാനം വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ വി ഡോണ്ട് നോ, ദേ ഡോണ്ട് നോ എന്നൊക്കെ പറയാൻ പഠിച്ചില്ലേ? ഇതേപോലെ നമ്മൾ ഒരാളെ കുറിച്ച് മാത്രമുള്ള കാര്യങ്ങൾ എങ്ങനെ പറയും എന്നാണ് ഇനി നോക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ തരുന്ന സെന്റൻസ് നോക്കൂ. അയാൾക്ക് കാർ ഓടിക്കാൻ അറിയാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കാർ ഓടിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രൈവ് എന്ന് പറയും അല്ലെ, ഡ്രൈവ്. അപ്പൊ ഇവിടെ എന്താ പറയാ? അയാൾക്കറിയാം. ഹി നോസ്. ശ്രദ്ധിക്കണേ, ഹി ആയതുകൊണ്ട് നോസ്, എസ് വന്നു കേട്ടോ. ഹി നോസ് എന്ത്, കാറ് എങ്ങനെ ഓടിക്കണം എന്ന്, ഓടിക്കാൻ. ഹി നോസ് ഹൗ ടു ഡ്രൈവ് എന്ത് ഓടിക്കാൻ, കാറ്. ഹി നോസ് ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി അയാൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് എങ്ങനെ പറയും? അവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ഹി നോസ് അല്ലേ പറഞ്ഞത്, എസ് വന്നിട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ എന്താ ചേർക്കുക? ഡോണ്ട് അല്ല, ഡസിന്റ്. ഹി ഡസിന്റ് നോ. അത് ശ്രദ്ധിക്കണേ, ഡസിന്റ് ഉള്ളത് കൊണ്ട് പിന്നെ നോസ് ഇല്ല, ആ എസ് മാറ്റണേ. ഹി ഡസിന്റ് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. അത് സെയിം തന്നെ അവിടെ വരിക. ഹി നോസ് ഹൗ ടു ഡ്രൈവ് എ കാർ. നെഗറ്റീവ്, ഹി ഡസിന്റ് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി ഈ സെന്റൻസും നിങ്ങൾ തനിയെ പറഞ്ഞു നോക്കൂ. അവൾക്ക് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് പറയും? അവൾക്ക് ഷീ നോസ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ എന്താ പറയാ? പാറ്റേൺ എന്താണ്? ഷീ നോസ് ഹൗ ടു സ്റ്റാർട്ട്. ഷീ നോസ് ഹൗ ടു സ്റ്റാർട്ട് ഇൻ ദ കാർ. ഷീ നോസ് ഹൗ ടു സ്റ്റാർട്ട് എ കാർ.
ഇനി അവൾക്ക് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് ആക്കിയാൽ മതി. ഷീ നോസ് അല്ല, ഷീ ഡസൻ നോ. ഷീ ഡസൻ നോ ഹൗ ടു സ്റ്റാർട്ട് എ കാർ. ആ അവസാനത്തെ ഭാഗം അത് തന്നെയാ വരുന്നേ. ആദ്യത്തെ ഭാഗത്താണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത്. ഷീ നോസ് എന്നുള്ളതിന് പകരം ഷീ ഡസൻ നോ എന്ന് പറയണം. ഷീ ഡസൻ നോ ഹൗ ടു സ്റ്റാർട്ട് എ കാർ. നേരത്തെ നമ്മളൊരു സെന്റൻസ് കണ്ടില്ലേ, അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല. എങ്ങനെ തുടങ്ങി? ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടർ, അല്ലെ? ദേ ഡോണ്ട് നോ. പക്ഷെ ഇവിടെ ഞാൻ ഒരാളെ കുറിച്ച് പറയാം, മനുവിനെ കുറിച്ച് മാത്രം. മനുവിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല എന്നാ പറയണ്ടേ. അവിടെ എന്താ പറയാ? മനു ഡസന്റ് നോ. മനു ഡസന്റ് നോ എന്ത്? ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടർ. ആ ഭാഗത്തിന് വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ ഭാഗത്താണ് ചേഞ്ച്. മനു ഡസന്റ് നോ എന്ന് പറയണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് എന്നും ആവശ്യം വരുന്ന തരം 2-3 സെന്റൻസ് പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഒന്ന്, നമുക്കൊരു കാര്യം വേണ്ട, നമുക്കത് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് എങ്ങനെ പറയുന്നത് കണ്ടു. അടുത്തത്, നമുക്കൊരു കാര്യം ചെയ്യാൻ അറിയാം എന്നും പിന്നെ അത് അറിയില്ല എന്നും എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? പിന്നെ ഇന്ന് നമ്മൾ കണ്ട ഈ പാറ്റേൺസിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ 2-3 ചോദ്യങ്ങൾ തരുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അനുവിന് ചെസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ചെസ് കളിക്കാൻ അറിയില്ല എന്നാ പറയുന്നത്. ചെസ് കളിക്കുക എന്നുള്ളതിന് ടു പ്ലേ ചെസ് എന്ന് പറയും കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് ആലോചിച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂ. രണ്ടാമത്തത്, അവർക്ക് പെയിന്റ് ചെയ്യാൻ അറിയില്ല. മുൻപ് നമ്മൾ അവർക്ക് പെയിന്റ് ചെയ്യാൻ അറിയാമെന്ന് കണ്ടില്ലേ, അതിന്റെ നെഗറ്റീവ് ആണിത്. അവർക്ക് പെയിന്റ് ചെയ്യാൻ അറിയില്ല. എങ്ങനെ പറയും നോക്കൂ. മൂന്നാമത്തത്, എനിക്ക് ഈ പുസ്തകം വായിക്കേണ്ട. അത് വേണ്ട എന്നാ പറയുന്നത്. എനിക്ക് ഈ പുസ്തകം വായിക്കേണ്ട. വായിക്കുക എന്നുള്ളതിനെ റീഡ് എന്നല്ലേ പറയാം. അപ്പൊ നന്നായിട്ട് ആലോചിച്ച് ഇതും നിങ്ങൾ ആൻസർ ചെയ്യൂ. എന്നിട്ട് കമന്റ് സെക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് എഴുതി അറിയിക്കുക തന്നെ. കാരണം അതെനിക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് നിസ്സാരമൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഹെൽപ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഈ വീഡിയോസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് ലെസൺ 9 കാണാം. അത് ചൊവ്വാഴ്ച ആയിരിക്കും ഞാൻ ഇടുന്നത്. പിന്നെ ഒരു കാരണവശാലും മറന്നു പോകരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം അടുത്തതിൽ കാണാം. ബൈ.